പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതൊരു ഫാക്റ്റാണ്. പാപം ഒരിക്കലും വന്ന് കിടക്കുന്നത് ചുമ്മാ വന്ന് കിടക്കുകയല്ല. പാപത്തിന് എപ്പോഴും എന്തുണ്ട്? ഒരാഗ്രഹമുണ്ട്. അതിന്റെ ആഗ്രഹം എന്താണ്? എന്നോടാണ്. പാപത്തിന്റെ ആഗ്രഹം എന്നോടാണ്. അതുകൊണ്ട് പാപം നിന്റെ വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്ന എഴുതിയിരിക്കുന്നു. അങ്ങനെ നമ്മളെ നോക്കിക്കിടക്കുന്ന ഒരു പാപം നിന്റെ വാതിൽക്കൽ എന്ത് ചെയ്തിരിക്കുന്നു? പതുങ്ങിക്കിടക്കുന്നു എന്നാണ്. പതുങ്ങിക്കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീ എന്ത് ചെയ്യണം? നീ അതിനെ കീഴ്പ്പെടുത്തണം. ഇതൊരു വലിയ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനെ മാസ്റ്റർ ചെയ്യണം. കാര്യം വേദപുസ്തകത്തിലെ ഒരു സത്യം, മനുഷ്യന് ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയിലുള്ള സകല മൃഗങ്ങളെയും എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നതാണ്. എവറിഥിങ് അണ്ടർനീത്ത് ഹിസ് ഫീറ്റ്. കാൽ കീഴെ തന്നെ കിടക്കണം. എന്താണ് ഹവ്വ പാപം ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്നറിയാമോ? കാലിന്റെ കീഴെ കിടക്കേണ്ട പാമ്പ് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഹവ്വ പറയേണ്ടതായിരുന്നു, നിന്നെ എവിടെ ആക്കിയിരിക്കുന്നത്? എന്റെ കാൽ കീഴിൽ കിടക്കവിടെ എന്ന് പറയുമ്പോഴാണ് പാപത്തെ നമ്മൾ മാസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളും ഒക്കെ നേർക്ക് നേരെ നിന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പാപം നടക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ കാൽ കീഴെ ആയിരിക്കണം. പണം വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ദ്രവ്യാഗ്രഹികളാകുന്നത്. പണം ആവശ്യമായിരിക്കും, പക്ഷെ പണം എവിടെ കിടക്കണം? കാലിന്റെ കീഴെ കിടക്കണം. പണം കാലിന്റെ കീഴെ കിടക്കേണ്ട വസ്തുവായിരിക്കെ പണം നേർക്ക് നേരെ നിന്ന് വന്ന് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പണം നമ്മളെ കീഴടക്കുകയാണ്. അതുകൊണ്ട് ഒരു ടൈംഫുൾ ആയിട്ടുള്ള ഒരു ആനിമലിന്റെ പ്രത്യേകത, മീക്ക് ആയിട്ടുള്ള ഒരു ആനിമലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സൗമ്യത എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സകല വികാരങ്ങളെയും മുഴുവൻ കാര്യങ്ങളെയും എവിടെയാക്കുകയാണ്? കാലിന്റെ കീഴെ ഇട്ട് ചവിട്ടുന്നവനാണ് യഥാർത്ഥത്തിൽ സൗമ്യതയുള്ള വ്യക്തി എന്ന് പറയുന്നത്. സൗമ്യതയുള്ള വ്യക്തി ഭീതിയില്ലാത്തവനാണ്, പേടിയില്ലാത്തവനാണ്. സൗമ്യതയുള്ള വ്യക്തി എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സംസാരിക്കുന്നവനല്ല. മോശ ഈ തന്റെ സഹോദരനോടും സഹോദരിയോടും സംസാരിക്കാത്തതിന്റെ കാര്യം എന്താണ്? അവൻ സംസാരിച്ചാൽ ആരെ പ്രസാദിപ്പിക്കാനാണ് അവൻ സംസാരിക്കുന്നത്? അവനെ തന്നെ പ്രസാദിപ്പിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെതിരെ ഒരാൾ ഒരു ആരോപണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആരെ പ്രസാദിപ്പിക്കാനാണ്? നമ്മുടെ ഈഗോയുടെ പ്രശ്നമാണ്. നമ്മുടെ ഈഗോയെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരും സാറ്റിസ്ഫൈ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ കാര്യങ്ങളെ നീതീകരിക്കാനും ന്യായീകരിക്കാനും പരിശ്രമിക്കുമ്പോൾ നമ്മൾ ആരെയാണ് വാസ്തവത്തിൽ പ്രസാദിപ്പിക്കുന്നത്? നമ്മളെ തന്നെയാണ്, നമ്മുടെ ഈഗോയെയാണ് പ്രസാദിപ്പിക്കുന്നത്. അപ്പൊ സൗമ്യതയുടെ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും നമ്മളെ തന്നെ പ്രസാദിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല. നമ്മളെ അത് യേശുന്നില്ല. നമ്മൾ അതിന്റെ ഒരു പരിധി വരെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളത് അതിനെക്കുറിച്ച് നോക്കുന്നില്ല. യേശുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് അവന്റെ സൗമ്യതയെക്കുറിച്ച് വിശദമാക്കുന്ന ചില വേദഭാഗങ്ങൾ, യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായത്തില് അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, Behold, my servant whom I uphold, my chosen in whom my soul delights. I have put my spirit upon him. He will bring forth justice to the nations. He will not cry or lift up his voice or make it heard in the street. അവൻ നിലവിളിക്കത്തില്ല, ഒച്ച കേൾപ്പിക്കത്തില്ല, തെരുവീതിയിൽ ഒച്ച കേൾപ്പിക്കത്തില്ല. അവൻ പരാതി പറയത്തില്ല. ശരിക്കും ഈ വാക്കുകളുടെ അർത്ഥം പറയുന്ന അതാണ്. അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അവൻ പരാതി പറയുന്നില്ല. അവൻ ദാസനാണെന്നുള്ളത് കൊണ്ട് അവൻ ഒരിക്കലും പറയുന്നില്ല, ഞാനിങ്ങനെ ദാസനായിട്ട് എന്നും പണിയെടുത്തോണ്ടിരിക്കുക എന്ന് അവൻ പോയി ആരോടും പറയുന്നില്ല. അവൻ പ്രൊക്ലെയിം ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടതിന് വേണ്ടി അവൻ തെരുവീതിയിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നില്ല. കാര്യം അതൊരു നിശബ്ദ സേവനമാണ്. സൗമ്യനായ ഒരു വ്യക്തിയുടെ പ്രത്യേകത അതാണ്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നില്ല? നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്യുന്നില്ല. സൗമ്യനായ ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ നിലവിളിക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പരാതി പറയുകയില്ല. യേശുവിന്റെ സൗമ്യതയുടെ പ്രത്യേകത ഏതാണ്? അവൻ ഒരിക്കൽ പോലും പരാതി പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും, പരാതി പറയുകയും ചെയ്യും. മാർത്ത എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു.
പക്ഷെ അവൾ പറയുന്നു, ഞാൻ ശുശ്രൂഷയാൽ കുഴങ്ങിയിരിക്കുന്നു, നിനക്ക് എന്നെ കുറിച്ച് എന്താ ഒരു വിചാരമില്ലാത്തത്? ഇപ്പൊ പരാതി മറിയോട് മാത്രമല്ല, ആരോടെയാണ്? യേശുവിനോടാണ്. ദേഷ്യം ഇപ്പൊ യേശുവിനോടാണ്. ചിലർക്കൊക്കെ എന്തെങ്കിലും പണി ചെയ്ത് പിന്നെ ദേഷ്യം മുഴുവൻ യേശുവിനോടാണ്. ഓരോരുത്തരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളും, പിന്നെ ഞാൻ വേണം ഇതിനെല്ലാം കഷ്ടപ്പെടാൻ, എന്റെ ജീവിതത്തിലോട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നോളും, പിന്നെ ഞാൻ വേണം കിടന്ന് ഇല്ലേ പരാതി. ചെയ്യുമോ? അത് ചെയ്യുകയും ചെയ്യും. അതാണ് എന്റെ ഏറ്റവും വലിയ തമാശ. മാർത്തയുള്ള പണിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തും ചെയ്യുന്നുണ്ട്, പരാതിയും പറയുന്നുണ്ട്. അതല്ല സൗമ്യത. യേശുവിന്റെ പ്രത്യേകതയായിട്ട്, ദാസന്റെ പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നത് എന്താണ്? അവൻ നിലവിളിക്കുകയില്ല. ഹി വിൽ നോട്ട് ലിഫ്റ്റ് അപ്പ് ഹിസ് വോയിസ്. അവൻ ഒരിക്കലും അവന്റെ ശബ്ദം ഉയർത്തത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലിറ്ററലായിട്ട് എടുത്താൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ഒച്ചയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇല്ലേ? അവൻ എന്ത് ചെയ്യത്തില്ല, അവൻ ഒച്ച ഉയർത്തത്തില്ല എന്ന്. നമ്മൾ ഒച്ച ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ റൈറ്റ് ആണെന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒച്ച ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അഹങ്കാരമാണ് പറയുന്നത്. അഹങ്കാരം പറയാനാണ് നമ്മൾ എപ്പോഴും ഒച്ചത്തിൽ സംസാരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരാൾ ഒച്ചത്തിൽ പറഞ്ഞു, അയ്യോ ഞാനൊരു പാപിയാണേ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്നാണ് നമ്മൾ ഒച്ച ഉണ്ടാക്കി പറയുന്നത്? ആണോ? ഞാൻ ചെയ്തതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒച്ച ഉയർത്തി സംസാരിക്കുന്നത്. പക്ഷേ സൗമ്യനായ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നില്ല, അവൻ ഒച്ച ഉയർത്തുന്നില്ല. അവൻ ഒരിക്കലും അവനെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അവൻ ഒരിക്കലും സ്വയം നീതീകരിക്കുന്നില്ല. അവൻ ഒരിക്കലും അവൻ ചെയ്യുന്ന പ്രവൃത്തി അവനൊരു ഭാരമാണെന്ന് പറഞ്ഞ് പരാതി പറയുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം അവൻ ചെയ്തു തീർത്താൽ അതൊരു നിശബ്ദ സേവനമാണ്. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, തെരുവീതിയിൽ പരസ്യപ്പെടുത്തുന്നില്ല. ഇനി ആലോചിച്ച് നോക്കണം നമ്മുടെ സൗമ്യത എങ്ങനെ ഉണ്ടെന്ന്. സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെ, ഉറുമ്പിനെ നോക്കിക്കാതെ നടക്കുന്നതൊക്കെ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഈസി. പക്ഷേ അതൊന്നും അല്ല സൗമ്യത. എന്ത്? നിശബ്ദമായ സേവനമാണ് സൗമ്യത. മൗനമായി സേവിക്കുകയാണ്. അവന്റെ ഈഗോയെ അവൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒരു സൗമ്യനായ വ്യക്തിയുടെ പ്രത്യേകതയാണ്, അവന്റെ സ്വയത്തെ അവൻ ഒരിക്കലും നീതീകരിക്കുന്നില്ല, അത് മറ്റുള്ളവരുടെ മുമ്പിൽ കേൾപ്പിക്കുന്നില്ല, അവൻ പരാതി പറയുന്നില്ല. അതാണ് സൗമ്യത. മറ്റുള്ളവർ അവനോട് സംസാരിക്കുമ്പോൾ, ഈവൻ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 67 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലൊക്കെ, അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ യേശു പറഞ്ഞതായ കാര്യങ്ങൾ അതുപോലെ തന്നെ യേശു തന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 66 മുതൽ 67-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. യേശുവിന് അറിയത്തില്ലായിരുന്നു അവനെ തല്ലിയത് ആരാന്ന്? തീർച്ചയായിട്ടും അറിയാമായിരുന്നു, അല്ലേ? അവൻ പറഞ്ഞു, നീ മത്തിയാസ്, നീ യോഹൻ, നീ ജേക്കബ് എന്നുവല്ലം പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവൻ അറിയാമായിരുന്നു. പക്ഷെ അറിയാമെന്നുള്ളത് എന്ത് ചെയ്തില്ല, അവൻ കാണിച്ചില്ല. നമുക്കാണെങ്കിൽ എന്റെ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധത്തെ ചോദ്യം ചെയ്യാനല്ലേ ആ സഹോദരി പരിശ്രമിച്ചത്? എനിക്ക് വെളിപ്പാടില്ലെന്നല്ലേ ആ സഹോദരി പറഞ്ഞത്? എന്നാ എന്റെ വെളിപ്പാടൊന്ന് കാണിച്ചിട്ടേ ഉള്ളെന്ന് നമ്മൾ ചിന്തിച്ചേനെ. പക്ഷെ യേശു ചിന്തിച്ചോ, എന്നാ പറഞ്ഞേക്കാം ഇവന്മാരുടെ പേരല്ല, അവന്മാരൊന്ന് അറിയട്ടെ, ഞാൻ ദൈവപുത്രനാണെന്നുള്ളത് അവന്മാരൊന്ന് അറിയട്ടെ എന്ന് കർത്താവ് ചിന്തിച്ചോ? ഇല്ല. കാര്യം അവൻ അവന്റെ ഈഗോയെ ഒരിക്കലും പ്രസാദിപ്പിച്ചില്ല. അതാണ് സൗമ്യത എന്ന് പറയുന്നത്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിലും അതിന്റെ 15-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിന് അകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു, അവനെ ചൂടിച്ചു. രക്താംബരം ധരിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വസ്ത്രം കൊടുത്തെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. നമ്മളാരും ചിന്തിക്കില്ല, രക്താംബരം നല്ലതാണല്ലോ, പക്ഷെ അങ്ങനല്ല. ഒരു ക്ലൗണിന്റെ വേഷം ധരിപ്പിച്ചെന്ന് അതിന്റെ അർത്ഥം. ഒരു ക്ലൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോമാളി വേഷം. ഇപ്പം നമ്മൾ ആരെങ്കിലും കളിയാക്കാനായിട്ട് ഒരുത്തനെ നമ്മൾ പിടിച്ചോണ്ട് വന്നിട്ട് അവനെ ഒരു പുരുഷന്റെ മേൽ നിങ്ങൾ ഒരു സ്ത്രീയുടെ നൈറ്റി എടുത്തിട്ടാൽ അതുപോലുള്ള ഒരു കാര്യം എന്ന് ചിന്തിച്ചാൽ മതി. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ ഞാൻ മൊസാംബിക്കിലെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ കൈലി ഉടുക്കുന്നത് എപ്പോഴും പെണ്ണുങ്ങളാണ്. കൈലി ഉടുത്തു കഴിഞ്ഞാൽ അത് സിമ്പലാണ്, സ്ത്രീകളുടെ ഒരു സിമ്പലാണ് കൈലി ഉടുക്കുക.
അപ്പൊ എന്റെ ഒരു ടവൽ ഒരിക്കലും ഞാൻ ഒരിടത്ത് മറന്നിട്ട് പോയി. അപ്പം തിരിച്ചു ഞാനൊരു പാസ്റ്റർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ടവൽ ചോദിച്ചപ്പോൾ അവനൊരു കൈലിയാണ് കൊണ്ടുവന്നേ. അപ്പം ലുങ്കി ഓക്കെ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, എനിക്കിത് ഉടുക്കാൻ പറ്റുമോ? കുളിക്കാൻ വേണ്ടി അവൻ തന്നത്. ഞാൻ ഇത് ഉടുക്കാൻ പറ്റുമോ? എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതെ മുറിക്കകത്ത് ഉടുത്തോ, പക്ഷെ പുറത്തൊന്നും ഉടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാള് ലുങ്കി ഉടുത്തോണ്ട് ഒരു പുരുഷൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. കാര്യം ഇവിടെ ഒരു പുരുഷൻ നൈറ്റി ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്നത് പോലെയാണ് മൊസാംബിക്കില് ഒരാള് ലുങ്കി ഉടുത്തോണ്ട് പുറത്തിറങ്ങുന്നത്. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ ഒരുപക്ഷെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ മാന്യരായ സ്ത്രീകൾ അതിന്റെ മുകളിൽ ഒരു കൈലി ഉടുത്തിരിക്കും. ഇപ്പൊ പള്ളിയിൽ വന്നു കഴിഞ്ഞാല് മാന്യത എന്ന് പറയുന്നത് നമ്മൾ തലയിൽ തുണിയിടുന്നതിന് പകരം അവർക്ക് തലയിലൊന്നും തുണിയൊന്നും ഇടത്തില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? അവരൊരു കൈലി ഉടുത്തിരിക്കും. കൈലി ഉടുത്താൽ അതിന്റെ അർത്ഥം വളരെ മാന്യമായ വേഷമാണെന്നാണ്. ഒരു സ്ത്രീ പക്ഷെ ആ കൈലിക്ക് അകത്ത് ഒരുപക്ഷെ അവർ ജീൻസും ടീഷർട്ടും ഒക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്തിരിക്കും? ഒരു കൈലി കൊടുത്തിരിക്കും. ഇതേപോലെ രക്താംബരം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത് എന്ത് നല്ലൊരു വസ്ത്രം ധരിക്കാൻ കൊടുത്തു. അങ്ങനല്ല, അവനൊരു കോമാളി വേഷം ധരിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അവനെ കോമാളി വേഷം ധരിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മളോട് വായിക്കുമ്പോൾ അവിടെ എന്താണ്? അവനെ ഒരു മുള്ളുകൊണ്ട് ഒരു മെടഞ്ഞ ഒരു കിരീടം അവനെ ധരിപ്പിച്ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞു വന്നിച്ചെന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കൊന്നുമല്ല, അവനെ കളിയാക്കി പറയുകയാണ്. എല്ലാം കളിയാക്കിയാണ് പറയുന്നത്. കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി, മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. നോക്ക്, മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടല്ല, ഐറണിക്കലായിട്ട്. എന്താ? വാട്ട് ഇറ്റ് സേസ്, യു ആർ നോട്ട് എ കിങ് അറ്റ് ഓൾ, ബട്ട് യു ക്ലെയിം, നീ പറയുന്നത് നീ രാജാവാണെന്നാ, പക്ഷെ വി നോ യു ആർ നോബഡി. അവിടെ എവിടെയെങ്കിലും യേശു അവന്റെ അത്ഭുത പ്രവൃത്തി, യേശു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു. ഇവിടെ യേശു എന്തെങ്കിലും ഒരു അത്ഭുതം കൊണ്ട് താൻ രാജാവാണെന്ന് തെളിയിക്കുവാനുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. നോക്ക്, പരിഹസിച്ച ശേഷം എന്ന് എഴുതിയിരിക്കുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയില്ലെന്ന്. അതുപോലെ അവനെ പരിഹസിച്ചു. പക്ഷേ യേശു സംസാരിച്ചോ? ഇല്ല. കാരണം ഇതൊക്കെ അവനെതിരെ ജനം ചെയ്തതായ ദ്രോഹങ്ങളാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ എഴുതുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിന് 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 12-ാം അധ്യായത്തിന് 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹീബ്രൂസ് ചാപ്റ്റർ 12 3-ാമത്തെ വാക്യം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. He despised shame and endured the cross. നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ട കാര്യങ്ങളുണ്ട്, അലക്ഷ്യമാക്കേണ്ട കാര്യങ്ങളുണ്ട്. സഹിക്കേണ്ടത് ക്രൂശും അലക്ഷ്യമാക്കേണ്ടത് അപമാനവുമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനല്ല. നമ്മൾ അലക്ഷ്യമാക്കുന്നത്, അപമാനം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങ് സഹിക്കുകയാണ്, വേറെ ഒരു ഗതിയുമില്ലാത്തതുകൊണ്ട്. ക്രോസ് അങ്ങനല്ല. സംഹൗ we try to avoid. കുരിശ് ഒഴിവാക്കാനും അപമാനം അങ്ങ് സഹിക്കാനും ആണ് നമ്മൾ പലപ്പോഴും പഠിച്ചത്. അങ്ങനല്ല. യേശു എന്താ ചെയ്തത്? He despised the shame. അവനെ ആളുകൾ കളിയാക്കി, പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അവൻ അലക്ഷ്യമാക്കി, അവൻ ശ്രദ്ധിച്ചില്ല. ഈ ഭാഗങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നാണ്, അവനതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്തില്ല. അവനെതിരെയുള്ള ഇത്രയും വലിയ അപമാനങ്ങളൊന്നും അവൻ എന്ത് ചെയ്തില്ല? ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടില്ല. ഇത്രയൊന്നും അപമാനം എന്താണെങ്കിലും നമ്മളാരും യേശു ക്രിസ്തുവിന്റെ പേരിൽ സഹിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞല്ലോ, പക്ഷേ നമ്മളെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ചിലപ്പോൾ ഈ ഗുഡ് ന്യൂസിലൊക്കെ ചിലപ്പോൾ ഒരു ന്യൂസ് വരുന്ന കാണാം. ബേസിക്കലി ഐ എം എ ജേർണലിസ്റ്റ്, പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തിയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിനകത്തെന്തോ ഇത്ര വലിയ ന്യൂസ്? അതവന്റെ ജോലിയല്ലേ? ഒരാൾ അയാളുടെ ജോലി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ന്യൂസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ടോ? പ്രജി ഇപ്പം ഇന്നലെ ഓഫീസിൽ പോയി ജോലി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ന്യൂസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. എല്ലാ ആഴ്ചയിലും ഓഫീസിൽ പോകുന്നതല്ലേ, അവനെന്തോ ഓഫീസിൽ പോകുന്നതിനകത്ത് ഇത്ര വലിയ കാര്യം? അവന്റെ ജോലി ചെയ്യുക ഇല്ലേ? നിന്റെ ജോലി സുവിശേഷ വരെ ചെയ്യുക എന്നുള്ളത്. സുവിശേഷ വിരോധികളുടെ ജോലി എന്താ? ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. അവനത് ചെയ്യട്ടെ, ലെറ്റ് ഹിം ഡു ദാറ്റ്. ഇതിനകത്ത് എത്ര വലിയ ന്യൂസ്? അതിനെ വാസ്തവത്തിൽ അലക്ഷ്യമാക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്കത് വലിയ ന്യൂസാണ്. കാര്യം ഇത് അങ്ങനെയൊന്നും ഇപ്പൊ സംഭവിക്കാത്തതുകൊണ്ട്. സംഭവിക്കാത്ത എന്തുവാ? സുവിശേഷം അറിയിക്കാത്തതുകൊണ്ടാണല്ലോ. സുവിശേഷം അറിയിക്കുന്നുമില്ല, പിന്നിപ്പോ അതിനെതിരെ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്നത് പോലെ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അപമാനം അവനെന്ത് ചെയ്തു? അലക്ഷ്യമാക്കി ക്രൂശിനെ അവനെന്ത് ചെയ്തു? സഹിച്ചു. ഹി എൻഡ്യൂർഡ് ദ ക്രോസ്.